ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് 2025 കുറിച്ച് കറണ്ട് അഫയേഴ്സ് കേൾക്കാം. ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? യശസ്വി ജയ്സ്വാൾ. 2025 ആഘോഷിക്കുന്ന 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. അപൂർവ രക്തദാതാക്കളുടെ ഡാറ്റ സംയോജിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്ന രജിസ്ട്രി ഈ രക്തഘോഷ്. ന്യൂഡൽഹി 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചത് കങ്കണ റാവത്ത്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വായിച്ചു തരാം, അത് നിങ്ങൾക്ക് ഒന്നും കൂടി ഉപകാരപ്രദമാവും. ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? യശസ്വി ജയ്സ്വാൾ. 2025 ആഘോഷിക്കുന്ന 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. അപൂർവ രക്തദാതാക്കളുടെ ഡാറ്റ സംയോജിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്ന രജിസ്ട്രി ഈ രക്തഘോഷ്. ന്യൂഡൽഹി 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചത് കങ്കണ റാവത്ത്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 2025 ഊർജ പരിവർത്തന സൂചനയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം സ്വീഡൻ. 26 വർഷത്തിനിടെ ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത പി മാളവിക. 2025 പാരീസ് ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. 2025 കിങ്സ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2025 ജൂലൈ 1 കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ബ്രഹ്മോസ് സായുധ യുദ്ധക്കപ്പലിന്റെ പേര് INS തമാൽ. ഒന്നുകൂടി വായിക്കാം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 2025 ഊർജ പരിവർത്തന സൂചനയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം സ്വീഡൻ. 26 വർഷത്തിനിടെ ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത പി മാളവിക. 2025 പാരീസ് ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. 2025 കിങ്സ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2025 ജൂലൈ 1 കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ബ്രഹ്മോസ് സായുധ യുദ്ധക്കപ്പലിന്റെ പേര് INS തമാൽ. 2025 ജൂലൈ 1 കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ബ്രഹ്മോസ് സായുധ യുദ്ധക്കപ്പലിന്റെ പേര് INS തമാൽ. 2025 നിലമ്പൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആര്യാടൻ ഷൗക്കത്ത്. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് വിജ്ഞാൻ ഭവൻ ന്യൂഡൽഹിയിൽ വെച്ച്. യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പാഞ്ഞ ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം അലിയ CX-300. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഒന്നുകൂടി നോക്കാം. 2025 നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആര്യാടൻ ഷൗക്കത്ത്. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് വിജ്ഞാൻ ഭവൻ ന്യൂഡൽഹി. യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പാഞ്ഞ ലോകത്തിലെ ആദ്യ വൈദ്യുത വിമാനം അലിയ CX-300. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2024 വിശിഷ്ടാംഗത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായവർ KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. 2 പേരാണ്. ഇന്ത്യയിൽ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് റീജിയണൽ ഓഫീസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. അടുത്തിടെ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം JCB പുരസ്കാരം. ഒന്നുകൂടി നോക്കാം. 2024 വിശിഷ്ടാംഗത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായവർ KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും. ഇന്ത്യയിൽ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. അടുത്തിടെ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം JCB പുരസ്കാരം.
നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.